ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിൽ 3 മലയാളികൾ എന്ന് സ്ഥിരീകരണം. വയനാട്, കോഴിക്കോട്, പാലക്കാട് സ്വദേശികളാണ് ബന്ധികളായത്. ചരക്ക് കപ്പലിലെ ജീവനക്കാരനായ വയനാട് സ്വദേശി ധനേഷ് കുടുംബവുമായി ഫോണിൽ സംസാരിച്ചു. സുരക്ഷിതനാണെന്ന് ധനേഷ് അറിയിച്ചതായി പിതാവ് വിശ്വനാഥൻ പറഞ്ഞു. ഇങ്ങോട്ട് ഒരു അല്പം മുമ്പ് ധനേഷ് വിളിച്ചിരുന്നു അമ്മയുടെ ഫോണിലേക്ക്. അപ്പോൾ ഞാൻ സേഫാണ്, മോനാണ് വിളിക്കുന്നത്, സേഫാന്ന് പറഞ്ഞു. അപ്പോൾ പറയുമ്പോൾ തന്നെ ഫോൺ കട്ടാക്കുകയും ചെയ്തു. രാവിലെ നമ്മൾ കമ്പനിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ അവർ 3:30 ആയപ്പം കമ്പനി നമ്മളെ വിളിച്ചിട്ട് അവർ സേഫാണ്, അവരവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ നിയന്ത്രണം മുഴുവൻ ഇറാനാണ് നടത്തുന്നത് എന്ന് പറഞ്ഞിരുന്നു. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ? ബന്ധുക്കളുമായി സംസാരിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? ഇവരുടെ മോചനത്തിന് വേണ്ട ഇടപെടലുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിൽ നടക്കുന്നുവെന്നാണ് കുടുംബത്തിന് അറിയിപ്പ് ലഭിക്കുന്നത്? രാഹുൽ, ഈ കപ്പലിലുള്ള 3 മലയാളികളുടെയും കുടുംബങ്ങൾ കനത്ത ആശങ്കയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഒരു ആശ്വാസ വാർത്ത കൂടി എത്തുന്നത്. മുമ്പ് നമ്മൾ കേട്ട പോലെ തന്നെ വയനാട് സ്വദേശിയായിട്ടുള്ള ധനേഷാണ് അല്പം മുമ്പ് കുടുംബവുമായി സംസാരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് ധനേഷിന്റെ മാതാവിന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. തുടർന്ന് ഏതാണ്ട് സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സംഭാഷണമായിരുന്നു ഉണ്ടായിരുന്നത്. താൻ സുരക്ഷിതനാണെന്ന തരത്തിലുള്ള സംഭാഷണമാണ് ഉണ്ടായതെന്ന് പിതാവ് അല്പം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഫോൺ കോൾ ധനേഷുമായി സംസാരിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് കുടുംബമുള്ളത്. ഏതാണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു ഇയാൾ ജോലിക്കായി അവിടേക്ക് പോകുന്നത്. മറ്റന്നാൾ തിരിച്ച് നാട്ടിലെത്താൻ ഇരിക്കെ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായെന്ന് കുടുംബം തന്നെ പറയുന്നു. അതോടൊപ്പം കപ്പലിലുള്ള മറ്റൊരാൾ കോഴിക്കോട് വെള്ളിപറമ്പ് സ്വദേശിയായ ശ്യാംനാഥ് ആണ്. ഈ ശ്യാംനാഥും മറ്റന്നാൾ നാട്ടിലേക്ക് തിരിച്ചെത്താൻ ഇരിക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ശ്യാംനാഥ് ജോലിക്കായി പോകുന്നത്. 10 വർഷമായി ഈ MSC എന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നു എന്നാണ് ശ്യാംനാഥിന്റെ പിതാവ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കപ്പലിലെ എഞ്ചിൻ വിഭാഗത്തിൽ സെക്കൻഡ് എഞ്ചിനീയർ ആയിട്ടാണ് ഈ ശ്യാംനാഥ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം കപ്പലിലുള്ള 3ാമത്തെ മലയാളി പാലക്കാട് സ്വദേശിയായ വടശ്ശേരി സ്വദേശി സുമേഷ് ആണ്. സുമേഷിന്റെ കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല, നിലവിൽ പ്രതികരിക്കാനില്ല എന്നാണ് സുമേഷിന്റെ കുടുംബം അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ ഈ 3 പേരും കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. ആ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. അതോടൊപ്പം തന്നെ ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബം പറയുന്ന പോലെ തന്നെ ഇവർ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇറാന്റെ നിയന്ത്രണത്തിനാണ് ഇപ്പോഴും ഈ മലയാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഉള്ളത്. ഇവരെ മോചിപ്പിച്ച ശേഷം മുംബൈയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. TK രാഹുൽ, ഈ ഇന്ത്യ ഇരു രാജ്യങ്ങളോടും ഔദ്യോഗികമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട്. അതിനിടയിലുള്ള ഈ സംഭവം, അതിൽ ഇപ്പോൾ ഇവരുടെ മോചനം സാധ്യമാക്കാൻ വേണ്ട ഏത് തരത്തിലുള്ള സമീപനമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? ഇവരൊക്കെ സുരക്ഷിതരാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ വലിയ ആശ്വാസം. എന്തായാലും ഈ മോചന നടപടികൾ വൈകില്ല എന്ന് തന്നെയാണോ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാഹുൽ, TK അങ്ങനെ തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് വിചാരിക്കാം. കാരണം ദുബായിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രക്കിടെ ഇന്നലെ രാവിലെയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിന് പിന്നാലെ ഈ കമ്പനി അധികൃതർ തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കമ്പനി അധികൃതർ തന്നെയാണ് ഇവരെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. ഉടൻ തന്നെ ഇവരെ മോചിപ്പിച്ചുകൊണ്ട് സുരക്ഷിതരായി തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഈ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം. TK ശരി, രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം, അതാണ് മലയാളികളടക്കം അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.